വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. RSS കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിന്റെ മൊഴിയെടുക്കുന്നു. പോലീസ് ആസ്ഥാനത്ത് വിളിപ്പിച്ചാണ് DGP മൊഴിയെടുക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് RSS കൂടിക്കാഴ്ചയിൽ MR അജിത് കുമാറിന്റെ മൊഴിയെടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ്. ADGP MR അജിത് കുമാർ എന്തിനാണ് RSSന്റെ സർക്കാർ വാഹ് ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയത്? ആ കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ചയായത്? ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിനാണ് മൊഴിയെടുക്കൽ. റിനു ശ്രീധർ നമുക്കൊപ്പം എത്തുന്നു. റിനു ശ്രീധർ, ADGP MR അജിത് കുമാറിനെ എപ്പോഴാണ് മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തിയത്? സുജയ, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് ADGP MR അജിത് കുമാറിനെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ DGP നേരിട്ട് തന്നെ മൊഴിയെടുക്കൽ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും BJP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ADGP MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ ആരോപണം ഉയർന്നെങ്കിലും ADGPക്കെതിരെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇത് രണ്ടാം തവണയാണ് ADGP MR അജിത് കുമാറിനെ നേരിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആരോപണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ തുടരുമ്പോഴും ക്രമസമാധാന ചുമതലയിൽ ADGP തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏകദേശം 5 അന്വേഷണമാണ് ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. 5 അന്വേഷണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല ഈ ADGP MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള സൂചനയും വരുന്നുണ്ട്. പക്ഷേ അതെത്രമാത്രം സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. എന്തായാലും സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് 5 അന്വേഷണങ്ങൾ നേരിടുന്ന ഒരു ADGP ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി രണ്ടാമതും ADGP MR അജിത് കുമാറിനെതിരെ മൊഴി രേഖപ്പെടുത്തുകയാണ്. PV അൻവർ ആരോപണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് RSS മേധാവിയുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ മൊഴിയെടുക്കലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്? സുജയ, ഒരു മാസത്തിനകം DGPയുടെ അന്വേഷണം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അൻവറിന് ഉന്നയിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ആ പരാതികളുടെ കൂട്ടത്തിലാണ് RSS നേതാക്കളുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ചയെ പറ്റിയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നത്. ആദ്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ഈ ആക്ഷേപത്തിന് പിന്നീട് CPI കൂടി ഏറ്റെടുത്തു. ആ ആരോപണം സ്ഥിരീകരിക്കപ്പെട്ടു. RSS നേതാക്കളെ ഊഴം വെച്ച് കാണുന്ന ADGPയുടെ നടപടി ശരിയാണോ എന്ന ചോദ്യം ഉയർത്തി CPIയും ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഉയർത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരക്കിട്ട് അന്വേഷണ നടപടികൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. RSS നേതാവ് ദത്താത്രേയ ഹൊസബളയെ മാത്രമല്ല ADGP MR അജിത് കുമാർ കണ്ടത്. 2023 മെയ്യിൽ അവിടെ വെച്ച് തൃശ്ശൂരിൽ വെച്ച് കണ്ടതിന് പിന്നാലെ കോവളത്ത് വെച്ചും ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ BJPയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന RSS നേതാവായ റാം മാധവിനെയും അദ്ദേഹം 2 തവണ കണ്ടിരുന്നു. അപ്പോൾ ഈ 3 കൂടിക്കാഴ്ചകളും വലിയ തോതിൽ രാഷ്ട്രീയവാദമായി മാറിയിരിക്കുന്നു. ഈ കൂടിക്കാഴ്ചയിൽ വ്യക്തിപരമാണ് കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഔദ്യോഗികമാണോ എന്ന കാര്യം ഇതുവരെയും സർക്കാരോ അജിത് കുമാറോ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ വ്യക്തിപരമാണ് എന്ന തരത്തിൽ ചില വിവരങ്ങൾ അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ബാല്യകാല സുഹൃത്തായ ഒരു RSS നേതാവുമായിട്ടാണ് തൃശ്ശൂരിലെ ഹോട്ടലിൽ നിന്ന് അദ്ദേഹം ഈ സുഹൃത്ത് ഓടിച്ചിരുന്ന വാഹനത്തിൽ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയതെന്നൊക്കെ മട്ടിൽ വന്നിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയെ തെറ്റെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. ഇതുവരെ തെറ്റെന്ന് പറയാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടുമില്ല. അപ്പോൾ ഈ കാര്യത്തിലുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് CPI അടക്കമുള്ള കക്ഷികൾ കാക്കുന്നു. അതുകൊണ്ട് അനിവാര്യമായ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന ആവശ്യമുണ്ട്. കൂടുതൽ വിവരങ്ങളിലേക്ക്, വിശകലനങ്ങളിലേക്ക് നമുക്ക് എത്താം. ശ്രീജിത്തും റിനു ശ്രീധറുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.